ആരും പിന്തുണച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസ്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സൈന്യത്തിൽ നിന്നുമൊക്കെ എതിർപ്പ് നേരിടുന്നതിനിടെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. എന്നാൽ ഇടക്കാല സർക്കാരിന്റെ തലവനായി യൂനുസ് തന്നെ തുടരുമെന്നാണ് ഉപദേശക സമിതി യോഗത്തിലെ തീരുമാനം. ധാക്കയിലെ തെരുവുകളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുകയാണ്. എല്ലാവരും പിന്തുണയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകും. ഇതായിരുന്നു മുഹമ്മദ് യൂനുസിന്റെ ഭീഷണി. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സൈന്യത്തിൽ നിന്നുമൊക്കെ എതിർപ്പ് നേരിട്ടതോടെയാണ് യൂനുസിന്റെ നിലപാട്. ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് നിയമനമെങ്കിലും പ്രധാനമന്ത്രിക്ക് തുല്യമായ അധികാരങ്ങളാണ് യൂനുസിനുള്ളത്. തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന സൈനിക മേധാവിയുടെ ആവശ്യത്തിനും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രക്ഷോഭത്തിനും പിന്നാലെയായിരുന്നു യൂനുസിന്റെ ഭീഷണി. തെരഞ്ഞെടുപ്പ് നടന്നാൽ അതോടെ യൂനുസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. രാജ്യത്ത് അനിയന്ത്രിതമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ എതിർപ്പുകളും വർദ്ധിക്കുകയാണ്. വിദ്യാർത്ഥി നേതാക്കൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ധാക്കയിലെ സൈനിക കന്റോൺമെന്റിലേക്ക് പ്രക്ഷോഭ റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു യൂനുസിന്റെ രാജി ഭീഷണി. രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി യൂനുസിനെതിരെ ധാക്കയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതോടെയാണ് യൂനുസ് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചതെന്നാണ് വിവരം. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് നടത്താൻ വൈകുന്നതിലടക്കം വലിയ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നടക്കം യൂനുസിന് നേരിടേണ്ടി വരുന്നുണ്ട്. 2026 ജൂണിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് യൂനുസിന്റെ നിലപാട്. എന്നാൽ ഉടനെ തെരഞ്ഞെടുപ്പ് വേണമെന്നാണ് BNPയുടെ ആവശ്യം. ഇതിനിടെ സൈന്യവും യൂനുസിനെതിരെ തിരിഞ്ഞിരുന്നു. എന്നാൽ ഇടക്കാല സർക്കാരിന്റെ തലവനായി യൂനുസ് തുടരുമെന്ന് ഉപദേശക സമിതിയുടെ അപ്രതീക്ഷിത യോഗത്തിനു ശേഷം ആസൂത്രണ ഉപദേഷ്ടാവ് വാഹിദുദ്ദീൻ മഹ്മൂദ് പറഞ്ഞു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകളുടെ നേതാക്കളുമായി യൂനുസ് കൂടിക്കാഴ്ച നടത്തുമെന്ന് യൂനുസിന്റെ പ്രസ് സെക്രട്ടറി ഷഫീഖുൽ ആലം പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജ്യവാർത്ത തള്ളി ആസൂത്രണ ഉപദേഷ്ടാവ് രംഗത്തെത്തിയത്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലസ്ഥാനമായ ധാക്കയിലെ തെരുവുകളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. 2026 ജൂണോടെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് യൂനുസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും തീയതി നിശ്ചയിക്കണമെന്നാണ് BNP പ്രവർത്തകരുടെ ആവശ്യം. ഡിസംബറോടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സൈനിക മേധാവി ജനറൽ വക്കാറുസ്സമാൻ പറഞ്ഞതോടെ യൂനുസും സൈന്യവുമായുള്ള ബന്ധം വഷളായതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ വർഷമാണ് സംവരണ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാടുവിട്ടത്. തുടർന്ന് മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേൽക്കുകയായിരുന്നു.